ആലപ്പുഴയിൽ ഗർഭകാല സ്കാനിങ്ങിലുണ്ടായ പിഴവിനെ തുടർന്ന് നവജാത ശിശുവിന് ഗുരുതരമായ വൈകല്യമുണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടി. ഡോക്ടർമാരുടെ അനാസ്ഥയാണ് വൈകല്യമുള്ള കുഞ്ഞ് പിറക്കാൻ കാരണമെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് മാതാപിതാക്കൾ. നിഷ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ആലപ്പുഴ കടപ്പുറം ആശുപത്രിയിലെ ഗുരുതരമായ ചികിത്സാ പിഴവിനെ തുടർന്ന് അപൂർവമായ ജനിതക വൈകല്യമാണ് ആലപ്പുഴ സ്വദേശികളായ സുറുമിയുടെയും അനീഷിന്റെയും കുഞ്ഞിന് സംഭവിച്ചിരിക്കുന്നത്. ഗർഭകാലത്തെ ആദ്യ സ്കാനിങ്ങിലൊന്നും ഡോക്ടർമാർ ഇക്കാര്യം ഇവരോട് പറഞ്ഞിരുന്നില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വൈകല്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്നതെന്നാണ് സുറുമി ആലപ്പുഴ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ സുറുമിയുടെ പരാതി അന്വേഷിച്ച് അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4 ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ കുഞ്ഞിന്റെ അമ്മ സുറുമിയാണ് നമുക്കിപ്പം ചേരുന്നത്. ആദ്യം മുതൽ തന്നെ ട്രീറ്റ്മെന്റ് ഏത് ആശുപത്രിയായിരുന്നു? കടപ്പുറത്തായിരുന്നു? WNC ഹോസ്പിറ്റലിലായിരുന്നു. അന്നൊക്കെ ഈ സ്കാനിങ് ആദ്യം തൊട്ട് തുടങ്ങി. അന്ന് എന്തെങ്കിലും രീതിയിൽ കുഞ്ഞിന് വൈകല്യമുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നോ? ഇല്ല, അവസാന നിമിഷം വരെ അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ സംശയം ആരെങ്കിലും ഈ ലാബിലെ ഡോക്ടർമാരുണ്ടായിരുന്നു, സ്കാനിങ് സെന്ററിലെ ഡോക്ടർമാരുണ്ടായിരുന്നു, ഇവിടെ 2 ഡോക്ടർമാരെ കാണിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അവരേതെങ്കിലും രീതിയിൽ ഒരു സംശയം, എന്തെങ്കിലും വൈകല്യം കുഞ്ഞിനുണ്ടാകുമെന്നൊരു സൂചനയെങ്കിലും നൽകിയിരുന്നോ? ഇല്ല, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. കുഞ്ഞിന് വൈകല്യത്തെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. വണ്ടാനത്ത് എത്തിക്കഴിഞ്ഞ് വൈകല്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോവുക ചെയ്തത്. ഇതുവരെ ഇല്ലാത്തൊരു വൈകല്യം കുഞ്ഞിന് ഞങ്ങൾ വിശ്വസിച്ചില്ല. പക്ഷെ ജനിച്ചപ്പോഴാണ് സത്യമായിരുന്നു എന്ന് മനസ്സിലായത്. ഇതുവരെ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഡോക്ടർമാർ. ഏതൊക്കെ സ്കാനിങ് സുറുമി നടത്തിയത്? 1-ാം മാസം മുതൽ പിന്നെ 3-ാം മാസത്തെ NT സ്കാൻ, അത് കഴിഞ്ഞ് 5-ാം മാസത്തെ അനോമലി സ്കാൻ, 7-ാം മാസത്തെ സ്കാൻ, 9-ാം മാസത്തെ സ്കാൻ, ഇതെല്ലാം 9-ാം മാസം 2-, 3 സ്കാൻ ചെയ്തു. അപ്പോഴും ഒന്നും പറഞ്ഞില്ല? ഒന്നും പറഞ്ഞില്ല. പിന്നെ ഈ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമായിരുന്നു? അതെ. നേരത്തെ 36-ാമത്തെ ആഴ്ചയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് 37-ാമത്തെ ആഴ്ചയിൽ സിസേറിയൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. നോർമൽ ഡെലിവറി സാധ്യമല്ലെന്ന് പറഞ്ഞത്. ഫ്ലൂയിഡ് കൂടുതലായത് കാരണം അത് അപകടം ഉണ്ടാവും, പിന്നെ ബ്ലീഡിങ് ഉണ്ടാവും. എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റത്തില്ല. കുഞ്ഞിൻ്റെ ജീവനെ വേണമെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടിപ്പോയാൽ അത് മാത്രമേ പറഞ്ഞിട്ടില്ല, അല്ലാതെ കുഞ്ഞിന് വൈകല്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ. കുഞ്ഞിന് വൈകല്യം ഉണ്ട് എന്നൊരു കാര്യം ഡോക്ടർ നിങ്ങളോട് പറഞ്ഞത് ഏത് സമയത്തായിരുന്നു? ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടാനത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ ഡോക്ടേഴ്സാണ് ഡെലിവറിക്ക് പോയ ശേഷം കുഞ്ഞിന് വൈകല്യം ഉണ്ടാവാം എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ അനോമലി സ്കാൻ നോർമൽ ആണെങ്കിലും പിന്നെ ഫ്ലൂയിഡ് കൂടുതലായതിനാൽ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവാമെന്ന് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു. അല്ല, അപ്പൊ കുഞ്ഞിന് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്, അതുപോലും പറഞ്ഞിരുന്നില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇതിൽ സ്കാനിങ്ങിലെല്ലാം നോർമലാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു കുഴപ്പവും അതിനൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വന്ന ആ ഒരു ഗുരുതര വീഴ്ച തന്നെയാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണം? അതെ. കുഞ്ഞുണ്ടോ ഇവിടെ? കുഞ്ഞുണ്ട്. എന്താ കുഞ്ഞിന്റെ നിലവിലൊരു അവസ്ഥ? കുഞ്ഞിന്റെ നിലവിലെ അവസ്ഥ, കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റത്തില്ല, കുഞ്ഞിന് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. ഇത് രണ്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ കുഞ്ഞിനെ കമത്തിയാണ് കിടത്തുന്നത്. അതും കുഞ്ഞിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കുഞ്ഞ് എപ്പോഴും കഴിച്ചില്ല. ഇത് 4 മണിക്ക് തുടങ്ങിയ ഇരച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. ശരിക്കും ഉറങ്ങത്തില്ല. കണ്ണടച്ച് തന്നെയാണ് ഇരിക്കുന്നത്, എന്നാലും ചുമ്മാ ചെറിയ ശബ്ദത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ശബ്ദം പുറത്ത് കേൾക്കത്തില്ല. അടുത്ത് കിടക്കുന്ന ഞാൻ തന്നെ അലാറം വെച്ച് 2 മണിക്കൂർ കൂടുമ്പോൾ ഫീഡ് ചെയ്യണം. അല്ലാതെ കുഞ്ഞ് കരയുന്നത് കേട്ട് ചെയ്യാൻ പറ്റത്തില്ല. അലാറം വെച്ച് 2 മണിക്കൂർ വീതം ഇതാക്കിയാണ് രാത്രിയിലൊക്കെ പാല് കൊടുക്കുന്നത്. എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനം? ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യാൻ? ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ ആശുപത്രിയോടും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ട്രീറ്റ്മെൻറ്റ് ഇവിടെയും ഇല്ല. ഒന്നില്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോകണം, അല്ലെങ്കിൽ എറണാകുളത്ത് പോകണം. 2 വേറെ മക്കൾ എനിക്കുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല.